ഐസ്ക്രീം കഴിക്കുന്നതിനിടെ ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെതിരെ വൻ വിമർശനം. കഴിഞ്ഞ ദിവസം ലേറ്റ് നൈറ്റ് വിത്ത് സെയ്ത്ത് മേയേഴ്സിന്റെ ചിത്രീകരണത്തിന് ശേഷം ന്യൂയോർക്ക് സിറ്റിയിലെ വാൻ ലിവൻ ഐസ്ക്രീം ഷോപ്പ് ബൈഡൻ സന്ദർശിച്ചിരുന്നു. അമേരിക്കൻ കൊമേഡിയനും ടെലിവിഷൻ താരവുമായ സെയ്ത്ത് മേയേഴ്സും അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഐസ്ക്രീം കഴിക്കുന്നതിനിടയിലാണ് ബൈഡൻ ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. ബൈഡൻ ഐസ്ക്രീം ഓർഡർ ചെയ്യുന്നതിന്റെയും മറ്റു ഉപഭോക്താക്കളുമായി സംസാരിക്കുന്നതിന്റെയും വീഡിയോ പുറത്തു വന്നിരുന്നു. ഐസ്ക്രീം കഴിക്കുന്നതിനിടയിലാണ് വെടിനിർത്തൽ എന്ന് യാഥാർത്ഥ്യമാകുമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യം വരുന്നത്. ഈ വാരാന്ത്യത്തിൽ അതുണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായി ഐസ്ക്രീം കോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് ബൈഡൻ മറുപടി നൽകി. കരാറിലേക്ക് അടുക്കുകയാണെന്നാണ് തന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അറിയിച്ചത്. നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത തിങ്കളാഴ്ചയോടെ വെടിനിർത്തൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ബൈഡൻ പറഞ്ഞു. ഗസയിൽ ഇസ്രയേലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആസൂത്രിത വംശഹത്യയെ എത്ര ലാഘവത്തോടെയാണ് അമേരിക്കൻ ഭരണകൂടം കൈകാര്യം ചെയ്യുന്നത് എന്നതിന്റെ തെളിവാണിതെന്ന് പലരും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇത് തികച്ചും നിരുത്തരവാദപരമാണെന്നും ഐസ്ക്രീം കോണിനൊപ്പം ബധിരനും നയമില്ലാത്തവനുമായി ബൈഡൻ മാറിയെന്നും ഇസ്രയേലി അമേരിക്കൻ പത്രപ്രവർത്തകൻ മേരവ് സോൺസെയിൻ എക്സിൽ കുറിച്ചു. ഐസ്ക്രീം നുണയുന്നതിനിടെ 30,000 ആളുകളെ കൊന്ന ഒരു യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തങ്ങൾ ഇത് ഗൗരവമായി എടുക്കുന്നില്ല എന്നതാണ് വ്യക്തമാക്കുന്നതെന്ന് എക്കണോമിസ്റ്റിന്റെ മിഡിൽ ഈസ്റ്റ് ലേഖകൻ ഗ്രെഗ് കാൾസ്ട്രോം എക്സിൽ വ്യക്തമാക്കി. ചർച്ചകൾക്കായി ഇസ്രയേൽ സംഘം ഖത്തറിലെത്തിയതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ബൈഡന്റെ അഭിപ്രായ പ്രകടനം വരുന്നത്. ഏകദേശം മാർച്ച് 10 ആരംഭിച്ച് ഏപ്രിൽ 9 അവസാനിക്കാൻ സാധ്യതയുള്ള റമദാൻ മാസം ഗസയിൽ സൈനിക നടപടികൾ നിർത്തിവെക്കാൻ ഇസ്രയേൽ സമ്മതിച്ചതായി മറ്റൊരു വേദിയിൽ വെച്ച് ബൈഡൻ പറഞ്ഞു. തെക്കൻ ഗസയിലെ റഫ നഗരത്തിൽ ആക്രമണം നടത്തും മുമ്പ് പലസ്തീനികളെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ ഇസ്രയേൽ പ്രതിജ്ഞാബദ്ധമാണ്. പലസ്തീനികളുടെ മരണസംഖ്യ ഉയരുന്നത് ഇസ്രയേലിന് അന്താരാഷ്ട്ര പിന്തുണ നഷ്ടപ്പെടാൻ ഇടയാക്കും. ഇസ്രയേലിന് ആത്യന്തികമായി അതിജീവിക്കാനുള്ള ഒരേയൊരു മാർഗം ഇസ്രയേലിനും പലസ്തീനും ഇടയിൽ സമാധാനവും സുരക്ഷിതത്വവും നൽകുന്ന കരാറിലെത്തുക എന്നതാണെന്നും ബൈഡൻ വ്യക്തമാക്കി. ബൈഡന്റെ വാക്കുകൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുള്ള സന്ദേശമാണെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ബൈഡൻ നെതന്യാഹുവിന് സൂചനകൾ നൽകുകയാണ്. ചർച്ചകൾ വേഗത്തിലാക്കണമെന്നും തിങ്കളാഴ്ചയോടെ വെടിനിർത്തൽ കരാറിൽ എത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ ബൈഡൻ സ്വയം അപമാനിതനാകും. ഇത് ഒരിക്കലും ഒരു US പ്രസിഡന്റിന് അംഗീകരിക്കാനാകില്ലെന്നും അൽ ജസീറ വ്യക്തമാക്കുന്നു. പ്രസിഡൻഷ്യൽ പ്രൈമറി നടക്കുന്ന മിഷിഗണിലെ വോട്ടർമാരെ കൂടി ലക്ഷ്യമിട്ടുള്ളതാണ് ബൈഡന്റെ പ്രസ്താവനകൾ. ഇസ്രയേലിനുള്ള പിന്തുണയിൽ പ്രതിഷേധിച്ച് നിരവധി അറബ് മുസ്ലിം വോട്ടർമാർ ബാലറ്റുകളിലൂടെ ബൈഡന് മറുപടി നൽകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 2024 തെരഞ്ഞെടുപ്പിൽ 1,57,000 വോട്ടുകൾക്കാണ് ബൈഡൻ മിഷിഗണിൽ നിന്ന് വിജയിച്ചത്. ഇവിടെ ഏകദേശം 3 ലക്ഷം അറബ് മുസ്ലിം അമേരിക്കക്കാരുണ്ട്. ഇവരെ കയ്യിലെടുക്കാൻ കൂടിയാണ് ബൈഡൻ ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയതെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഈജിപ്ത്, ഖത്തർ, US എന്നിവയുടെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ ഖത്തറിൽ നടക്കുന്നത്. 6 ആഴ്ചത്തെ വെടിനിർത്തൽ നിർദ്ദേശമാണ് ഉയർന്നിരിക്കുന്നത്. ഗസയ്ക്ക് സഹായം അനുവദിക്കുക, ഇസ്രയേൽ തടവിലാക്കിയ 100 കണക്കിന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിന് പകരം ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളെ മോചിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ ചർച്ചയിൽ ഉയർന്നിട്ടുണ്ട്. അതേസമയം ഹമാസിനെ ഇല്ലാതാക്കുന്നതുവരെ ആക്രമണം തുടരുമെന്നും യുദ്ധം അവസാനിപ്പിക്കില്ലെന്നും വെടിനിർത്തൽ കരാറിൽ എത്തിയാലും റഫേൽ ആക്രമണം തുടരുമെന്നുമാണ് ഇസ്രയേൽ പറയുന്നത്.